ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോണത് ഒരു ട്രെയിലർ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് അജിത് കുമാർ നായകനാക്കി ആദിക് രവിചന്ദ്രൻ എടുക്കുന്ന ഗുഡ് ബാഡ് ഉഗ്ലി എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയായിരുന്നു. ഏപ്രിൽ 10 സിനിമ റിലീസാണെങ്കിലും അതിൻ്റെ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നല്ല ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഫണ്ണ്, ആക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ച് തയ്യാറാക്കിയ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ. അജിത് കുമാർ എന്ന് പറയുന്ന ആക്ടർക്ക് ഈ സിനിമയിൽ ഒരുപാട് പെർഫോമൻസ് ചെയ്യാനുള്ളതും തൻ്റെ ആറ്റിറ്റ്യൂഡ് കാണിക്കാനും ഒക്കെ നല്ല ഒരു സ്പേസ് കൊടുത്താണ് ആദിക് രവിചന്ദ്രൻ ഈ സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഗംഭീരമായ ഒരു ട്രെയിലർ കട്ട്സും കാര്യങ്ങളൊക്കെയാണ് വന്നത്. പിന്നെ അർജുൻ ദാസ്, തൃഷ, ജാക്കി ഷറഫ്, റെഡ്ഡിങ്സ് ക്ലീ, ഷൈൻ ടോം ചാക്കോ, യോഗി ബാബു, പിന്നെ അങ്ങനത്തെ ഒട്ടനവധി താരങ്ങളൊക്കെ ഈ സിനിമയിൽ ഇങ്ങനെ വന്നിട്ട് പ്രിയ പ്രകാശ് വായ റോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനകത്താണെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ ചില സീക്വൻസ് കാണുമ്പോൾ ഏതെങ്കിലും ക്യാമിയോ റോളും കൂടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഈ ടീസറിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ചെറിയ കാര്യങ്ങളൊക്കെയാണ് അജിത്തിൻ്റെ പോയ സിനിമകളുടെ റെഫറൻസ്. ഇപ്പം ചുരുങ്ങിയ കാലം കൊണ്ട് ചില സിനിമയിലൊക്കെ അജിത്തിൻ്റെ പഴയ കാല സിനിമകളുടെ റെഫറൻസ് ഇങ്ങനെ ഉൾപ്പെടുത്തി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആദിക് രവിചന്ദ്രൻ എന്ന് പറഞ്ഞ സംവിധായകനെ പറ്റി ഒരു ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഹീറോയുടെ ഡയറക്ടറാണ്. അതായത് ഒരു ഹീറോയ്ക്ക് ഏത് രീതിക്ക് വേറെ ലെവൽ പെർഫോമൻസിനുള്ള ഐറ്റംസൊക്കെ തൻ്റെ സിനിമയിൽ ഇയാൾ ഉൾപ്പെടുത്തി കൊടുക്കുക. അത് തന്നെയാണ് ഇയാൾ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു നായകന് അങ്ങ് പെർഫോമൻസ് ചെയ്യാനുള്ളത്, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ, സ്റ്റൈലിഷ് ആക്കാനുള്ള രീതിക്കുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ കാണിക്കും. പിന്നെ അർജുൻ ദാസ് ആണ് ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് റോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഒരു ഫാഷനായിട്ടുള്ള ഒരു വില്ലനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചു വയ്ക്കുന്നത്. അർജുൻ ദാസിൻ്റെ ഒരു പെർഫോമൻസ് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന് നായകനെക്കാട്ടി വില്ലൻ റോളുകളാണ് അർജുൻ ദാസിന് പ്രത്യേകമായിട്ട് ചേരുന്നത്. അത് നമ്മൾ കയ്യിൽ തന്നെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെയാണ്. സോ ആ ഒരു കാര്യം വെച്ചാൽ അർജുൻ ദാസിന് ഇവിടെ മികച്ച ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ തൃഷയെപ്പറ്റി പറയുമ്പോൾ വിടാമൂർച്ചിൽ തൃഷയായിരുന്നു, ഗുഡ് ബാഡ് ഉഗ്ലിയും തൃഷ വരുന്നു. ഇപ്പോൾ 2 പടങ്ങളിൽ ചേർന്ന് തൃഷ അജിത്തിന് നായികയായി വരുന്നു. അജിത്തിന് ഒരു പെർഫെക്റ്റ് പേരാണ് തൃഷ, അതിന് ഒരു മാറ്റമില്ല. അജിത്തും തൃഷ ഒരു എവർഗ്രീൻ പേരപ്പാണ്, അതിന് വേറെ ലെവലായിട്ട് വെക്കുന്നത്. പിന്നെ അജിത്ത് സിനിമകളുടെ റെഫറൻസ് വരലാറ്, മങ്കാത്ത, ബില്ല, ഇത് 3 പ്രധാനമായിട്ടും ഇതിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ സിനിമകൾ പഴയ ദീന അങ്ങനത്തെ പടങ്ങളുടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അജിത്തിൻ്റെ ഏറ്റവും യങ് വെർഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. യങ് അജിത്തിൻ്റെ ഇവിടെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. അത് എങ്ങനെയാണ് ആ ഒരു മേക്കിംഗ് കൊണ്ടുവന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടിരിക്കുകയാണ്. ഒരു സ്ലിമ്മായിട്ട് ഒരു 25-26 വയസ്സിലൊരു പയ്യന് തോന്നിക്കുന്ന രീതിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡും സ്റ്റൈലും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ റിയലായിട്ടുള്ള അജിത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അജിത്തിൻ്റെ ഒരു ഫേസും കാര്യങ്ങളൊക്കെ പിന്നെയും കാണാൻ വേണ്ടി പറ്റി. അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത്. അത് ഗംഭീരമായിരുന്നു. അത് ആദിക് രവിചന്ദ്രൻ ഇവിടെ ഗംഭീരമായിട്ട് കൊടുത്തേക്കാണ്. മാർക്ക് ആൻ്റണി, അൻപനവൻ, അശ്വതൻ, അടങ്ങാതവൻ ഈ സിനിമയൊക്കെ എടുത്താലാണ് ഈ ആദിക് രവിചന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഒരു കളർ എഫക്റ്റും കാര്യങ്ങളൊക്കെ വേറെയാണ്. പിന്നെ ട്രെയിലറിൽ ആണെങ്കിൽ ഒരുപാട് സോങ്ങുകളുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നായിരുന്നു. അതായത് നമ്മുടെ എന്നാടി മുനിയം അതിൻ്റെ ഒരു ഈ സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ബീറ്റ്സപ്പ് ഈ സിനിമയിൽ കൊണ്ടുവന്ന ഗംഭീരമായിരുന്നു. അത് പെർഫെക്റ്റായിട്ട് തന്നെ കൊണ്ടുവന്ന് ആ ഒരു കാര്യം വെച്ച് എന്നാടി മുനിയം ആ സോങ് ഇപ്പം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യങ്ങൾ ഈ സിനിമയിൽ അത് ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് മാറിയത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് എക്സ്പെക്റ്റേഷൻ തരുന്ന ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ നടക്കുന്നത് വിദേശത്തായിരിക്കും. ഒരു മലേഷ്യ, തായ്ലാൻഡ്, സിംഗപ്പൂർ ആ രീതിക്കുള്ള ഒരു ഇടത്തായിരിക്കും നടക്കുന്നത്. അതായത് അങ്ങനത്തെ ഒരു ഗെറ്റപ്പാണ് അർജുൻ ദാസിനിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അജിത്തിനെ അറിയാലോ, ഓവറോൾ ആ ഒരു ഗെറ്റപ്പിലെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും പോസ്റ്ററൊക്കെ അവർ ഇറക്കി വിട്ടിരുന്ന ആ ഒരു കാര്യം വെച്ച് അജിത്തിനെ കണ്ട് നമുക്ക് ആ ഒരു കയ്യിലെ ടാറ്റു കാര്യങ്ങളതെല്ലാം കൊണ്ട് അങ്ങനെ തന്നെ തോന്നുന്നത്. അതേ കണക്കാണ് അർജുൻ ദാസിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പെർഫോമൻസ്. പിന്നെ സഹോദരങ്ങളെ വന്ന ജാക്കി ഷർഫ്, ഷൈൻ ടോം ചാക്കോ, റെഡ്ഡിങ്സ് ക്ലീ, പ്രിയ പ്രകാശ് വാര്യർ, തൃഷ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഈ സിനിമയ്ക്ക് മികച്ചത് വരും. നമ്മളെ ജയിലർ സിനിമയിലെ ബ്ലാസ്റ്റ് മോഹൻ, പിന്നെ പ്രസന്നെ ഉണ്ട് ഇതിനകത്ത്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സിനിമയിലെ ചില ഷോട്ടിൻ്റെ സമയത്ത് ഏതെങ്കിലും ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ കൊണ്ടുപോയി തോന്നിപ്പോൾ 2 ഷോട്ട് ഒരു സീനിൽ അജിത്ത് ഇങ്ങനെ വെടിവെക്കാൻ നേരത്ത് ഇങ്ങനെ തോക്കൊണ്ട് നിൽക്കുമ്പോൾ തൊട്ട് പുറകിൽ ഒരാൾ നിൽക്കുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് അവിടെ ബ്ലറാണ് കാണിക്കുന്നത്. പിന്നെ പ്രിയ പ്രകാശ് വാര്യരെ കാണിക്കുന്ന ആ ഒരു ഷോട്ടിനകത്ത് ഓപ്പോസിറ്റ് ആരും ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഒരു ബ്ലർ കണക്ക് ഒരു സാധനം വെച്ച് ഇങ്ങനെ മറിച്ച് ആ ഫേസ് റിവീൽ ചെയ്തത് ആരെന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടാണ്. ഇനി ഗസ്റ്റ് അപ്പിയറൻസ് ഈ സിനിമയിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. പിന്നെ ഒരു
ഫോറിൻ ആക്ടറെ കാണിക്കുന്നിടത്ത് ഒരാളെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഇതൊരു പ്രധാനപ്പെട്ട റോൾ ചെയ്തിട്ട് എനിക്ക് തോന്നിപ്പോകുന്നത്. ആരെന്ന് പോലും റിവ്യൂ വരില്ല, അങ്ങനൊരു രൂപം കൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഫാൻസിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഗംഭീര ഐറ്റങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ എന്നാടി മുനിയമ്മ എന്ന് പറയുന്ന ഒരു സോങ്ങിൻ്റെ ഒരു റെഫറൻസ് ഈ സിനിമയിൽ കാണിക്കുമെങ്കിൽ അത് ഗംഭീരമായ ഒരു വൈബ് തന്നെ തിയേറ്ററിൽ എടുക്കപ്പെടും. അത്ര കാര്യം മാത്രമേ അപ്പുറത്തുള്ളൂ. പിന്നെ കൂടെ ക്ലാഷ് റിലീസായിട്ട് 4 സിനിമകളാണ് റിലീസ് ചെയ്തത്. ഇതും കൂടെ കൂട്ടി 4 സിനിമകൾ, മലയാളത്തിൽ നിന്ന് 3, തമിഴിൽ നിന്ന് 1, അങ്ങനത്തെ 4 സിനിമകളൊക്കെയാണ് ഇങ്ങനെ റിലീസ് ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് എന്താകുമെന്ന് അറിയത്തില്ല, ഏതൊക്കെ വിജയിക്കും ഏതൊക്കെ ട്രെൻഡിങ് ആണെന്ന് അറിയത്തില്ല. എന്തായാലും ഗുഡ് ബാഡ് ഉഗ്ലിക്കൊരു പ്രത്യേകതരമായ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രെയിലർ അത്രയ്ക്ക് രീതിയിൽ ഇറക്കി വെച്ചത്. പിന്നെ നമ്മൾ പൊതുവേ കാണുന്ന ആ ഒരു ഗൺ ഷോട്ട്, ബ്ലാസ്റ്റ് സംഭവങ്ങളൊക്കെ തന്നെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വേറെ ലെവലിൽ. പിന്നെ ഈ ആദിക് രവിചന്ദ്രൻ്റെ സിനിമയിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കഥ എലമെൻറ്റ് കാണും. അത് നമ്മൾ മാറിക്കാഞ്ചിൻ്റെ ഇതൊക്കെ കണ്ടാണ് ടൈം ലൂപ്പ് വെച്ചാണ് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ടൈം മെഷീൻ, ടൈം ലൂപ്പ്, ടൈം ട്രാവലർ, ആ ഒരു കാര്യങ്ങളൊക്കെ ലോക്കൽ ഗ്യാങ്സ്റ്ററിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അൻപനവൻ അച്യുതൻ അടങ്ങാതെ അതിനകത്താണെങ്കിൽ ഏജ് ഡിഫറൻസ് പ്രണയവും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു കാര്യം വെച്ച്. സോ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്ര സിനിമ ഇറക്കിയ സ്ഥിതിക്ക് ഗുഡ് ബാഡ് ഉഗ്ലിയിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം കാണും എന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ. സോ ഇത്ര ഉള്ളതിനെ പറ്റി പറഞ്ഞിട്ട് ഒരു പ്രോമിസിങ് ട്രെയിലർ, അജിത്തിൻ്റെ ഒരു ഗ്രേറ്റ് പെർഫോമൻസ്, അർജുൻ ദാസിൻ്റെ ഇൻവോൾവ്മെൻറ്റൊക്കെ ഉള്ള കോമഡിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച്. എന്നാടി മുനിയമ്മയുടെ റെഫറൻസ് വേറെ ലെവലിൽ പോയി. പിന്നെ പ്രസന്ന, നമ്മളെ ജയിലറിലെ മറ്റേ ആ ഒരു ആക്ടർ, ആ ഒരു കാര്യം വെച്ച് ജാക്കി ഷറഫ്, അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും ഇൻവോൾവ്മെൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യം വെച്ച്. സോ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ നിറഞ്ഞ ഒരു സിനിമ ആയിട്ട് മാറട്ടെ ഗുഡ് ബാഡ് ഉഗ്ലി. പിന്നെ ഒരു കാര്യം, എൻ്റെ കോൺസെപ്റ്റിൻ്റെ പുറത്ത് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ദളപതി വിജയ് എന്തായാലും ജനനായകൻ എന്ന് പറഞ്ഞ സിനിമയോട് കൂടി ഈ ഫീൽഡിൽ നിന്ന് കുറച്ച് നാൾ മാറി നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. സോ ആ ഒരു ഇടത്തേക്ക് ശിവകാർത്തികേയനെ കൊണ്ടുവരാൻ വേണ്ടി കുറേ ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ശിവകാർത്തികേയൻ ഇപ്പോൾ വന്ന ഒരു ആക്ടറാണല്ലോ, അപ്പം സീനിയോറിറ്റിയിൽ നിന്ന് വിജയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടി ശിവകാർത്തികേയനെ പറ്റുമെന്നതില്ല. പക്ഷേ അങ്ങനെ നിന്നാലും ഇവിടെ അത്രയ്ക്കൊരു ഇതായിട്ട് വരില്ല. കാരണം ശിവകാർത്തികേയൻ അവൻ്റേതായിട്ടുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ പുള്ളിക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് പുള്ളിക്ക് അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ വിജയ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥാനത്തേക്ക് നിൽക്കുക ഏറ്റവും യോഗ്യൻ അത് അജിത്ത് തന്നെയാണ്. അത് വിടാമുയർച്ച സിനിമയുടെ സമയത്ത് എനിക്ക് മനസ്സിലായത് അജിത്ത് തന്നെയാണ് ആ ഒരു സ്പേസ് കവർ ചെയ്യാൻ വേണ്ടി. നമുക്ക് ആ ഒരു ദളപതിയുടെ ആ ഒരു സ്പേസ് നമുക്ക് അജിത്തിന് കൊടുക്കണം. കാരണം ഇത്രയും സീനിയോറിറ്റിയോട് കൂടി വന്ന ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അജിത്ത് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ദളപതി വിജയ്ക്ക് ശേഷം അടുത്ത ഒരു സ്പേസ് കൊടുക്കുന്നത് അജിത്തിന് വേണം കൊടുക്കേണ്ട ആ ഒരു കാര്യം വെച്ച്. അജിത്താണ് ബ്രില്യൻറ്റ് അത്രയ്ക്ക് നിൽക്കുന്നത്. ഒരിക്കലും ശിവകാർത്തികേയൻ അവിടെ കൊണ്ട് വെക്കാറായിട്ടില്ല. അതിന് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ, സിനിമയുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് വേണം, എന്നാലേ ആ രീതിക്ക് പറ്റും. അതുകൊണ്ട് അജിത്ത് തന്നെയാണ്. ഈ വിജയ്ക്ക് ശേഷം ആരാണെന്നുള്ള കാര്യം, അജിത്ത് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സോ ആ ഒരു കാര്യം വെച്ച് ഗുഡ് ബാഡ് ഉഗ്ലിയിൽ തിയേറ്ററിൽ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. കിടിലൻ ഒരു സിനിമയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. സോ ആ ഒരു കാര്യം വെച്ച് ഇതാണ് ട്രെയിലർ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷം കാറ്റ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.